ആയിട്ട് ഒരു വീക്കെൻഡിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ദിവസം എന്ന് പറയുന്നത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഉള്ള ദിവസം കുറച്ച് സംസാരിക്കുക, അവരായിട്ട് ഒന്നിച്ചിരിക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക, എൻ്റെ കാര്യങ്ങൾ അവരോട് പറയാ. അതുപോലെ കിച്ചണിലും ഇവരെന്നെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് 2 ആൺമക്കളാണ്. ഈ 2 ആൺമക്കൾ കുഞ്ഞു മക്കളാണ്. എന്നിരുന്നാലും അവരെ കൊണ്ടാവുന്നത് പോലെ, എൻ്റെ ഏട്ടനെ കൊണ്ടാവുന്നത് പോലെ ഇവർ 3 പേരും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കിച്ചണിൽ. ഈ ഒരു വീക്കെൻഡ് ദിവസം മാത്രമാണ് കേട്ടാ. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നൊരു ദിവസം എന്ന് പറയുന്നത്. ഇപ്പൊ ആരുമില്ല, പാപ്പുട്ടൻ മാത്രമേ ഉള്ളൂ. അമ്പിക്കുട്ടൻ വീക്കെൻഡ് ആയതുകൊണ്ട് എന്തായാലും കുറെ അധികം ഉറങ്ങും. അപ്പൊ അവൻ ഇപ്പോഴും ഉറക്കത്തിലാണ്. ഏട്ടനാണെങ്കിൽ ജോഗിങ്ങിന് പോയിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കോഫി ഇട്ട് കുടിക്കാൻ വിചാരിച്ചു. കോഫി ഇല്ലാതെ ഒരു മോർണിംഗ് ഇല്ല എനിക്ക്. അപ്പൊ ഈ മോർണിംഗ് ഒക്കെ ഞാൻ മാക്സിമം ഇപ്പൊ എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഈ മോർണിംഗ് തന്നെയാണ്. മോർണിംഗിൽ ഞാൻ മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കാനും പീസ്ഫുള്ളായി ഇരിക്കാനും കാമായിട്ട് ഇരിക്കാനും ഒരുപാട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ വീക്കെൻഡിൽ അധികം എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലി ആ ഒരു പീസ്ഫുൾനെസ് നമുക്ക് കിട്ടൂട്ട. എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് അധികം ഹറിബറി എടുക്കേണ്ട ആവശ്യമില്ല. അതപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിക്കോളും. അപ്പൊ ഞാനന്ന് വിചാരിച്ചു കോഫിയൊക്കെ കുടിച്ച് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചെങ്കിൽ സമാധാനത്തിൽ ഇരിക്കുക എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞുമോൻ്റെ വരവ് എന്തിനാണെന്ന് വെച്ചാൽ അവൻ്റെ ഒരു പുതിയ ബസ് മേടിച്ചിട്ടുണ്ട്. ആ ബോക്സ് വരെ ആള് കളഞ്ഞിട്ടില്ല. ബോക്സിന് എന്തോ ഒരു കേട് സംഭവിച്ചു, അതൊന്ന് ശരിയാക്കിത്താന്ന് പറഞ്ഞിട്ട് ആദ്യം വന്നു. പിന്നെ അതാ വരുന്നു, ആ ബോക്സിൽ തന്നെ എൻ്റെ ബസ് ഇടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ കാര്യങ്ങള്. കുഞ്ഞല്ലേ, അവൻ്റെ നിഷ്കളങ്കത നമുക്കല്ല മനസ്സിലാവുള്ളൂ. അപ്പൊ അവനോട് സൊറയും പറഞ്ഞ് ചിരിച്ചും കളിച്ചും കുറച്ചു നേരം ഇരിക്കുമ്പോഴാണ് ഏകദേശം 8 മണിയായിട്ടുണ്ട്. ആൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും പനീറും ആയതുകൊണ്ട് കുറച്ചധികം ടൈം എടുക്കും. അപ്പൊ ഞാൻ കരുതി അവന് ഒരു കറുമുറ ദോശ ഉണ്ടാക്കി കൊടുത്ത് സെറ്റാക്കാന്ന്. അതിൻ്റെ ഇടയിൽ ഏട്ടനും വന്നു. ഏട്ടൻ്റെ ജോഗിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫ്രഷ് മീൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ആ മീനൊക്കെ അവർ നന്നാക്കി തരും. പക്ഷേ അതിൻ്റെ ഇടയിൽ സൂചി കണക്കത്തെ മുള്ളുണ്ടായതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു 10 മണിയൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ ഇന്ന് കരുതി ലഞ്ച് കൂടി ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ ഒരു 2 മണി വരെ ഞാൻ കിച്ചണിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ലഞ്ച് ഉണ്ടാക്കണ്ട, പകരം നമുക്കൊന്ന് ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പൊ ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റാണ്. ഫ്രഷ് കിട്ടിയിട്ടും കാര്യമില്ല, ഇന്ന് ലഞ്ച് ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.